എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച ഒരു കാര്യമല്ല ഇത്. ചില മൊമെൻറ്റ്സ് നമ്മൾ ഭയങ്കര ഡ്രീമി ആണെന്നൊക്കെ പറയില്ലേ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്ത ഒരു ദിവസമായിരുന്നു ഇത്. എൻ്റെ കോൺവൊക്കേഷൻ ഡേ. 2 കൊല്ലം ബി.എഡ് പഠിച്ചതിന് ശേഷം ഇങ്ങനൊരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു ദിവസം ഉണ്ടാകുമ്പോൾ ഐ ഡോണ്ട് നോ എങ്ങനെ നമുക്ക് അന്നത്തെ ആ ഒരു ഫീൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, 2 വർഷത്തെ നല്ല കഷ്ടപ്പാടിൻ്റെയും കരച്ചിലിൻ്റെയും കുറേ സന്തോഷത്തിൻ്റെയും നമ്മുടെ ലൈഫിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറേ അനുഭവങ്ങളുടെയൊക്കെ ഒരു സമ്മാണ് ഈ ഒരു പോയിന്റ് എന്നുള്ളത്. കൂടുതൽ പറയുകയാണെങ്കിൽ എൻ്റെ ക്ലാസ്സിലെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായി നിന്നുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണിതെന്നൊക്കെ പറയാം. കോൺവൊക്കേഷൻ ഡേയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലൊന്നും പറയാനില്ല. സച്ച് എ ബ്യൂട്ടിഫുൾ ഡേ. നമ്മുടെ ഫുഡും അതേപോലെ നമ്മുടെ അവിടുത്തെ പ്രോഗ്രാംസും അവർ അറേഞ്ച്മെൻറ്റ് ചെയ്തതും എല്ലാം അടിപൊളിയായിരുന്നു. ഒരു പ്രസംഗം പറയണ ഫീലൊക്കെ വന്നല്ലേ, എന്നാലും അങ്ങനെയല്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഒരു ഇമോഷൻ ഉള്ളിൽ നിന്ന് വന്നതാ. അന്നത്തെ ദിവസത്തെ പ്രോഗ്രാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പരിപാടികളായിരുന്നു അവിടെ നടന്നത്. നമ്മുടെ കോളേജിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ കൂടെ ഇരുന്ന്, ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരുടെ കൂടെ ഇരുന്നിട്ട് ഞങ്ങളൊരു അധ്യാപകരായി, നമ്മളൊരു ടീച്ചേഴ്സ് ആയി എന്നുള്ള ആ ഒരു ഫീലൊക്കെ ശരിക്കും വന്നത് ഈ ഒരു മൊമെൻറ്റിലാന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും എല്ലാത്തിനും അൽഹംദുലില്ലാ, സോ ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ്. എല്ലാം ഇതുവരെ പഠിച്ചതും അല്ലെങ്കിൽ ഇതുവരെ ചെയ്തതും കഷ്ടപ്പെട്ടതൊന്നും വെറുതെ ആവില്ല. ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ നമുക്ക് ഹാപ്പി ആക്കാം, ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം. പിന്നെ അതുമാത്രമല്ല, ഈ ഒരു മൊമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കെന്തോ ഈ വീഡിയോയിൽ ഇപ്പോൾ എന്താ നടക്കണേന്നുള്ളതൊന്നും എനിക്ക് പറയാനേ തോന്നണില്ല എന്ന് തോന്നുന്നു. നമുക്ക് അവിടെ നിന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് പോലെ ജസ്റ്റ് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് വേറെ ഒഫീഷ്യലായിട്ട് തരുമായിരുന്നു. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു സെറിമണിയും അതേപോലെ നമുക്ക് നമ്മുടെ ജൂനിയേഴ്സിൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടി. എന്തോ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അത്. ഇതാണ് നമുക്ക് ജൂനിയേഴ്സ് തന്നിട്ടുള്ള സാധനം, ചെറിയൊരു സ്വീറ്റ്, അത്രയേ ഉള്ളൂ. പിന്നെ അന്നത്തെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞ് ക്ലാസ് റെപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കോട്ട് വാങ്ങി തിരിച്ചു കൊടുക്കുക, അങ്ങനെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും കിട്ടി. അപ്പോൾ വീണ്ടും ആ പഠിച്ച കാലത്തേക്ക് പോകാൻ ഉള്ള ആ ഒരു മൊമെൻറ്റ് തിരിച്ചു കിട്ടിയ പോലൊരു ഫീലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പതിവ് പരിപാടി, ഏതെങ്കിലും കടയിൽ പോവുക, എന്തെങ്കിലും കഴിക്കുക. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങി. നമ്മുടെ ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ പോയി ജസ്റ്റ് ഒരു ജ്യൂസ് കുടിക്കുക, അത്ര തന്നെ ഉള്ളൂ. കാരണം വയറ് നിറച്ച് നല്ല അടിപൊളി ബിരിയാണി കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ജ്യൂസൊക്കെ കുടിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ഫോർ ദീസ് മൊമെൻറ്റ്സ്. കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് പിന്നെ എൻ്റെ നാട് കേട്ടോ. ഇത് വീട്ടിലേക്ക് പോകാനുള്ളൊരു വീട് വഴിയൊക്കെയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ കുടിക്കും.